അപ്പോൾ സെം എക്സാം എല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ നാട്ടിലെത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നല്ല ഇഡ്ഡലിയും സാമ്പാറെല്ലാം കഴിച്ച് ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടിൽ അണ്ടലുക്കാവിൽ ഉത്സവം സ്റ്റാർട്ട് ആവാനായി. എൻ്റെ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ക്ഷേത്രം. അപ്പോൾ ഇന്ന് കുംഭം 1 മുതൽ 20-ാം തീയതി ഉത്സവം കഴിയുന്നവരെ വ്രതമായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ വ്രതം സ്റ്റാർട്ടായി. ഞാൻ വീട്ടിലെപ്പോഴും പണിയൊന്നും എടുക്കാറില്ല. ഇനി ഉത്സവം കഴിയുന്നവരെ വീട്ടിൽ വ്രതമായിരിക്കും. പച്ചക്കറി മാത്രമേ വീട്ടിൽ വെക്കുള്ളൂ. അപ്പോൾ വീടെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങി. കൊല്ലത്തിൽ ഉത്സവം വരും, വീട്ടിൽ പെയിൻ്റെല്ലാം അടിക്കും പുതിയതായിട്ട്. അപ്പോൾ വീടെല്ലാം ഫുള്ള് ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ വിൻഡോവും സോഫയും എല്ലാം ഫുള്ള് ഞാൻ വൃത്തിയാക്കുന്നതിനും വീട്ടിൽ പെയിൻ്റെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നേനും. അപ്പോൾ ടോബീൻ്റെ വീട്ടിലും പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നേനും. ടോബീൻ്റെ ഗ്രിൽസിന് പെയിൻ്റ് അടിച്ചാലും മൂക്കും എല്ലാം പെയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഉത്സവത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അത്രയും ദിവസം യൂസ് ചെയ്ത പാത്രങ്ങൾ, ബെഡ്ഷീറ്റ്, ചൂടിപ്പൈ അങ്ങനത്തെ സാധനമെല്ലാം പുതിയതായിട്ട് അന്നേരം യൂസാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കൊല്ലത്തിൽ ഉത്സവം സ്റ്റാർട്ടാകുമ്പോൾ അത് ഉത്സവത്തിന് മാത്രം എല്ലാം പുതിയ സാധനങ്ങളാണ് യൂസ് ആക്കുക. കാരണം അത്രയും ദിവസം നമ്മൾ മീനും സാധനങ്ങളും കൂട്ടിയ പാത്രമൊന്നും അന്നേരം യൂസ് ആക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് മുതലാണ് വ്രതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരി തുടക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ചെടീൻ്റെ അടുക്കെല്ലാം പോയി കളിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ടോബി ഇങ്ങനെ ഒച്ചപ്പാടും ബഹളതിന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ബോറടിക്കുന്നതുകൊണ്ട് ഞാൻ പാട്ടെല്ലാം കേട്ടിട്ട് അപ്പോൾ ഈ ചൂടിപ്പായി ഒന്നും ഇനി യൂസ് ആക്കൂല. ചൂടിപ്പായി എന്ന് പറഞ്ഞാൽ ചവിട്ടി കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സാധനങ്ങൾ, പ്ലേറ്റ്, ബെഡ്ഷീറ്റ് എല്ലാം പുതിയതായിരിക്കും. ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ തന്നെ യൂസ് ആക്കും. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലുണ്ടായ മിറാക്കിൾ ഫ്രൂട്ട്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കഴിച്ച് കഴിഞ്ഞാലും നല്ല മധുരമായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ ചോറെല്ലാം കഴിച്ച് ചോറിന് നല്ല പച്ചക്കറിയും പപ്പടം ക്യാബേജ് വറവല്ലേനു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ടോബിനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടോബിനെ കുളിപ്പിച്ച് ടോബിൻ്റെ കൂടെല്ലാം വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ മാഗി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഗൈസ്.